ഹലോ. അപ്പോൾ ദാ സൺഡേ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. അലാറം ഒന്നും ഓഫ് ചെയ്തൊന്നും മയങ്ങിപ്പോയതാണ്. നല്ലോണം ടൈം വൈകി കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഞാൻ റെഡി ആവുന്നത്. അപ്പോൾ അതാ അത്യാവശ്യം ഒരു മേക്കപ്പൊക്കെ ചെയ്ത് ഒരു സുന്ദരിയാകാൻ നോക്കിയതാണ് കേട്ടോ. ഞാൻ പൊടിക്കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, പൊടിക്കുഞ്ഞ് എങ്ങനെയുണ്ട് അമ്മ സുന്ദരിയായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊടിക്കുഞ്ഞ് പറയുന്നുണ്ട്, ആ സൂപ്പറായി അമ്മ പറയുന്നുണ്ട്. കേദാർ പിന്നെ ഇതൊന്നും അറിഞ്ഞ മട്ടൊന്നുമില്ല കേട്ടോ. ഇതെനിക്ക് പുതുതായിട്ട് ചേച്ചി വിഷുവിന് വന്നപ്പോൾ കൊണ്ടു തന്ന സെറ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തപ്പം ഒന്ന് മേക്കപ്പ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ബാഗും കണ്ണാടി ഉണ്ടെങ്കിൽ ഞാൻ ഓക്കെയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് റെഡി ചെയ്യാൻ പറ്റും. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് എപ്പോഴും എടുത്ത് വെക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് അടുത്ത സിഗ്നൽ എത്തിയപ്പോൾ ഞാൻ കണ്ണും കൂടി ഒന്ന് എഴുതിയിട്ട് അത് നല്ലതാണെന്ന് നോക്കിയതാണ് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈകിയോണ്ട് തന്നെ മനുഷ്യൻ പറയേണ്ടത് ദൈവമേ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നട അടയ്ക്കും, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി നേരെ പോകാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അതാ നട അടച്ചിട്ടില്ലായിരുന്നു. പോരാത്തിന് ഞങ്ങൾക്ക് അവിടുന്ന് പായസവും കിട്ടി. അപ്പോൾ പായസമൊക്കെ പൊടിമോനും കേദാറും കുടിച്ച് ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. ഇവർ കുളിക്കുന്ന സമയത്ത് ഞാനും ബിനേഷിനോട് വേഗം ചക്ക വെച്ചിട്ട് അട ഉണ്ടാക്കിയതാണ് വാഴയിലയിൽ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് അവരെ ക്ലാസ്സിൽ വിട്ടു. പിന്നെ ഞങ്ങൾ ഇതാ അവിടെ ഇരുന്നിട്ട് ചക്കയുടെ കഴിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞിട്ട് ഇതാ മക്കളെ പോയി ബിനേഷ് ചേട്ടൻ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. പൊടിമോൻ എന്താ കണ്ടോ പാൻറ്റിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടൊക്കെ വരുന്നത്. മിക്കവാറും ഇന്ന് ആ വള്ളി പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ടീച്ചറോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ വലിയ സന്തോഷമായിട്ട് വരുന്നുണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഒന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് ഞാനും ബിനേഷ് ചേട്ടനോട് ഫുഡൊക്കെ റെഡിയാക്കി. അവിയലും അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ നമ്മുടെ ഒരു ചെറിയ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. പപ്പടവും ഉണ്ടാക്കി. അച്ചാർ ബിനേഷ് ചേട്ടൻ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കും. അപ്പം അവിയലിട്ടപ്പോൾ കേദാർ പറയുന്നുണ്ട് അമ്മ സൂപ്പറായിട്ടുണ്ട് പറയുന്നുണ്ട്. പാവയ്ക്ക ഞാൻ പൊടിയോട് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ പൊടിമോന് ഇഷ്ടമാണ് പാവയ്ക്ക, കേദാറിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു മുഖത്തിനൊരു വിഷമമൊക്കെ കാണിക്കുന്നുണ്ട് ആൾ. അതാണ് ഞാൻ ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇവർക്കൊക്കെ എല്ലാവർക്കും ഞാൻ വിളമ്പി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ബിനേഷ് ചേട്ടന് മാത്രം മതി അച്ചാർ കേട്ടോ. അച്ചാർ ഞാനും മക്കളും അങ്ങനെ അധികം കഴിക്കാറില്ല. അപ്പോൾ അതായത് ചിക്കൻ ഫ്രൈ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാവയ്ക്കയിൽ നിന്ന് മാറിയിട്ട് വേറെ എക്സ്പ്രഷനായി, ഹാപ്പിയായി രണ്ടാളും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കില്ല, നോൺ വെജ് കാണുമ്പോൾ ഒരു സന്തോഷം പ്രത്യേകിച്ച്. അപ്പോൾ അതൊക്കെ വിളമ്പി കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കും കൂടി ചോറ് വിളമ്പണം. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് ബിനേഷിട്ട് എൻ്റെ പാത്രം ഇടപ്പോൾ ബിനേഷിനോട് പറയുന്നത് നീ ആ ചോറ് കൊണ്ടെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ കഴിച്ചെന്ന് തന്നെ കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വിളമ്പി ഇനി ഞങ്ങൾ നാലാളും കൂടി ഹാപ്പി ആയിട്ടിരുന്ന് ആഹാരം കഴിക്കുകയാണ്. അവധി ദിവസങ്ങളിൽ എപ്പോഴും ഞങ്ങൾ അവധി ദിവസമല്ല എല്ലാ ദിവസവും കഴിയുന്നത് ഒരു നേരമെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ നോക്കട്ടെ, അതൊരു സന്തോഷമാണ്. അപ്പോൾ അതിനുശേഷം അന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ സേമിയ പായസം ഉണ്ടാക്കി. ബിനേഷിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സേമിയ പായസം, മക്കൾക്കും ഇഷ്ടമാണ്. അപ്പോൾ ഒരു ശകലം സേമിയ ഇരിപ്പുണ്ട്, അത് വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കി ഇതാ വിളമ്പി കൊടുക്കുകയാണ്. ഫാദറല്ല ആദ്യം കുടിക്കുന്നത്, നമ്മുടെ പൊടിക്കുഞ്ഞാണ്. ചൂട് കാരണം ആൾക്കങ്ങോട്ട് കുടിക്കാൻ പറ്റില്ല, എന്നാലും പാവം സൂപ്പറാണ് അമ്മ എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്താ ഞാനും ബിനേഷിനും ടേസ്റ്റ് നോക്കുക. കേദാർ അന്നേരത്തേക്ക് എന്തോ റൂമിലേക്ക് അങ്ങ് ഓടിപ്പോയി എന്ന് തോന്നുന്നു. കേദാറിനെ കിട്ടിയില്ല അതുകൊണ്ട് വീഡിയോയിൽ. അപ്പോൾ ബിനേഷിനോട് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ബിനേഷിന് സൂപ്പറാന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.